ഇമോഷണലി സ്ട്രോങ് ആവാനുള്ള 5 പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇമോഷൻസ് സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാതെ പോകാറുണ്ട്. അത് സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ദേഷ്യം, വിഷമം, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും എല്ലാവരോടും തുറന്നു കാണിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിതൊന്നും അറിഞ്ഞിരിക്കൂ. ഒന്നാമത്തെ പോയിൻറ്റ്, നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ ശ്രമിക്കരുത്. നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ തിരുത്താൻ ശ്രമിക്കരുത്. നിങ്ങളെ നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും അവർ തെറ്റിദ്ധരിക്കില്ല. അതല്ല, നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ അയാളോട് നമ്മൾ എത്ര വിശദീകരിച്ചിട്ടും കാര്യമില്ല. ആരോടും കൂടുതൽ വിശദീകരിക്കാതിരിക്കുക. പോയിൻ്റ് 2, മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തമായി ഏറ്റെടുക്കാതിരിക്കുക. ഇമോഷൻസ് കൂടുതൽ പുറത്ത് കാണിക്കുന്ന വ്യക്തികൾക്ക് പൊതുവെയുള്ളൊരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ചെറിയ സൊല്യൂഷൻസ് ഒക്കെ പലപ്പോഴും കണ്ടെത്തി കൊടുക്കും, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാം. എന്നല്ലാതെ ആരുടെയും പ്രശ്നങ്ങളിൽ പൂർണ്ണമായും ഇടപെടരുത്. പോയിൻ്റ് 3, നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അത് വിട്ടുകളയുക. നമ്മളെ തളർത്തുക എന്ന ഉദ്ദേശത്തിൽ പലരും നമ്മുടെ മുഖത്ത് നോക്കി തന്നെ തെറ്റുകുറ്റങ്ങൾ പറയുകയും അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങളെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി പറയുകയാണെന്ന് തിരിച്ചറിവുണ്ടാവുക. ആ വാക്കുകൾ പൂർണ്ണമായും കേട്ടില്ല എന്ന് നടിക്കുക, മനസ്സിൽ നിന്ന് എടുത്തു കളയുക. പോയിൻ്റ് 4, ലൈഫിൽ എന്ത് വന്നാലും നേരിടുക എന്ന മെൻറ്റാലിറ്റി നേടിയെടുക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാനത് നേരിടും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ദൈവം എനിക്ക് വിധിച്ചതാണ് എന്ന് കരുതുക. ലൈഫ് എല്ലാവർക്കും ഓരോ പ്രോബ്ലംസ് ലൈഫിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലം ഇതാണ് എന്ന് നമ്മളത് തിരിച്ചറിവുണ്ടാക്കുക. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ഓരോ ടാസ്കുകളായി എടുത്തിട്ട് അത് സോൾവ് ചെയ്തു പോവുക. ഇങ്ങനെ നമ്മൾ പ്രശ്നങ്ങൾ ഓരോന്ന് നേരിട്ട് പോയാൽ നമ്മൾ ഇമോഷണലി കൂടുതൽ സ്ട്രോങ് ആവും. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെയും ലൈഫിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ദൈവം ഇത്രയും പ്രശ്നങ്ങളല്ലേ തന്നിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കുക. എന്ത് പ്രോബ്ലംസ് വന്നാലും എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും, എനിക്ക് തരണം ചെയ്യാൻ പറ്റും എന്നൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മളെ ഇമോഷണലി കൂടുതൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. പോയിൻ്റ് 5, സ്വന്തമായി തീരുമാനം എടുക്കാൻ പഠിക്കുക. നമ്മുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ അഭിപ്രായം പറയട്ടെ, അല്ലെങ്കിൽ അവർ തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളിലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ മറ്റാരെ ഏൽപ്പിക്കാതെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിൾ ആവാനും ഇതുവഴി നമുക്ക് ഇമോഷണലി കൂടുതൽ സ്ട്രോങ് ആവാനും ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.